കേരളത്തിലെ സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനത്തിൽ അമിതമായ താല്പര്യമാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് CPM ഭരിക്കുന്ന പ്രത്യേകിച്ച് പിണറായി ഗവൺമെൻറ് എടുത്തു വരുന്നത്. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, വൈസ് ചാൻസലർമാരുടെ നിയമനം കോടതി നടത്തുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി വിസിമാരുടെ നിയമനം പ്യുവർ അക്കാഡമിക്കാണ്. സർവകലാശാല നിയമവും UGC നിയമവും അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പാസ്സാക്കിയ നിയമങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇതിലൊരു തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന കേരളത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഒരിക്കലും അങ്ങനൊരു നിർദ്ദേശം ഈ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വൈസ് ചാൻസലറെ നിയമിക്കാനോ നിർദ്ദേശിക്കുവാനോ ഉള്ള അധികാരം സെർച്ച് കമ്മിറ്റിക്കും ഗവർണർക്ക് മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിലെയും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെയും നിയമനങ്ങളാണ്. എന്താണ് ഡിജിറ്റൽ സർവകലാശാലയിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിവരാവശ്യമനുസരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊന്നും തന്നെ ഡിജിറ്റൽ സർവകലാശാല മറുപടി നൽകിയിട്ടില്ല. ആ ഡിജിറ്റൽ സർവകലാശാലയിൽ സജീവ് ഗോവിന്ദനാഥ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സഹായയാത്രികനായ പ്രൊഫസറെ VC ആയി നിയമിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സിസ തോമസിനെ അവിടെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചു. വൈസ് ചാൻസലറെ നിയമിച്ചു കഴിഞ്ഞപ്പോഴേക്കുമാണ് അറിയുന്നത് ഈ കഴിഞ്ഞ സജീവ് ഗോവിന്ദനാഥ് വന്ന നാൾ മുതൽ 1000 കോടി രൂപയിൽ കൂടുതൽ ചില പ്രോജക്റ്റുകളായിട്ട് ചെലവാക്കിയതിൻ്റെ ഓഡിറ്റ് നടത്തിയിട്ടില്ല. CAG ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നും ഗുരുതരമായ ക്രമക്കേടുകളുണ്ടെന്നും പണം മുഴുവനും മിസ്യൂസ് ചെയ്യപ്പെടുന്നുവെന്നും അവർ പ്രഥമദൃഷ്ട്യാ കണ്ടെത്തി. പിന്നീടാണ് മനസ്സിലാവുന്നത് ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് ഊരാളുങ്കൽ മോഡലിലുള്ള ഒരു ഏജൻസിയാണ്. പൊതു പണം കൊള്ളയടിക്കാനുള്ള ഒരു ഉപകരണമായി ഊരാളുങ്കൽ മാറിയതുപോലെ 10 കോടി രൂപയ്ക്ക് ചെയ്യേണ്ട വർക്ക് 100 കോടി രൂപയ്ക്കായി പിടിച്ചതിന് ശേഷം ഈ പണം പോവുകയാണ്. ഇത് മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത കേന്ദ്രങ്ങൾക്ക് പോലും ഈ കമ്പ്യൂട്ടർ രംഗത്തേക്ക് പണം പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ടെക്നോ പാർക്കിൽ, ഇൻഫോ പാർക്കിൽ, IT മിഷനിൽ, K-ഫോൺ തുടങ്ങിയിടത്തുള്ള തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ നിയമനത്തിന് മുഴുവനും വിദഗ്ധ അംഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിയോഗിക്കുന്നത് സിസ തോമസിനെയാണ്. ആ സിസ തോമസിന് വൈസ് ചാൻസലറായി യോഗ്യതയില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും?